മുടി അത്രയും സ്പ്ലിറ്റ്നെസ് വരണം കേട്ടോ. സിറുമില്ല, എന്ത് ചെയ്യപ്പോ? ഒരു ഐഡിയ ഉണ്ട്. ശ്രീജേച്ചി എന്റെ മേ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ റോസ് വാട്ടറും ഇതൊക്കെ കണ്ടാലേ ഇപ്പൊ എടുത്തോണ്ട് ഒന്ന് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കണേ. ശ്രീജേച്ചി ഓ വാ വാ വാ, കുറച്ച് ദിവസം ആയല്ലോ നിന്നെ കണ്ടിട്ട്. ഇവിടെ ആയിരുന്നു? ഓ ചേച്ചി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. രമേശ് ചേട്ടന്റെ വീട്ടില് 2-3 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ തള്ള പിടിച്ച് നിർത്തിയത്. എനിക്ക് ഇഷ്ടേ ഇല്ല. ആണോ? ഞാനും ചേച്ചി ഒന്ന് കണ്ടിട്ട് കുറെ നാളായില്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്തൊരു പരിപാടി? അല്ലടാ, മുടിയേ കണ്ടീഷനൊക്കെ ഇട്ടിട്ട് കുറെ ദിവസമായി. മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് നിന്ന്. അപ്പൊ അതുകൊണ്ട് ചേച്ചി എന്താ ഈ തലയിൽ തേച്ചാ? നമ്മള് വാസ്ലിനില്ലേ, അതും കുറച്ച് റോസ് വാട്ടറും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മളെ തലയിലൊന്നും ഇങ്ങനെ തേച്ചു കൊടുത്താൽ മുടി നല്ലതായിട്ട് സോഫ്റ്റും ആവും. നല്ല ഒതുങ്ങി സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ലാതെ നല്ല മുടി പൊങ്ങി പൊങ്ങി നിൽക്കില്ലേ, അതൊന്നും ഇല്ലാതെ നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നമുക്കൊരു ഷൈനിങ് ഉണ്ടാവും. തന്നല്ലേ? എനിക്ക് കണ്ടീഷനൊന്നും തേക്കാനില്ല. ചിലപ്പോ എന്റെ മുടി അങ്ങനെ ഇരിക്കും ചേച്ചി. അത് ചെയ്യായിരുന്നു. തന്നെ സോഫ്റ്റ് ആവും തിളക്കവും ഓ, സോഫ്റ്റ് ആവും തിളക്കവും കിട്ടുമല്ലേ? എനിക്കും തേച്ച് നോക്കണം. കുറച്ച് തരായിരിക്കണം ചേച്ചി റോസ് വാട്ടറും വാസ്ലിനും. അയ്യോ, എന്റെ ഇല്ലടാ, കുറച്ചെല്ലാം ഉണ്ടായിരുന്നു. അതിപ്പോ ഞാൻ എന്റെ തലയിൽ തേക്കുകയും ചെയ്തു. ഓ ഇല്ലല്ലേ? പിന്നെ ഞാൻ വാങ്ങിക്കാം. ഇല്ലടാ, ഉണ്ടായിരുന്നെങ്കിൽ തരായിരുന്നു കേട്ടാ. ഓ ശരി, എന്നാ എനിക്ക് ഒരു സ്ഥലം വരെ പോണം. ഞാൻ പോട്ടാ. ശരി. പിന്നെ ചേച്ചി പോ. ശരി. ഓ ശരി ചേച്ചി പോ. അമ്മോ, ഇവരിങ്ങനെ തന്നെ തരൂല. വലിയ ഡപ്പയിലിരിക്കണം. ഞാൻ ഇന്നാണ് കണ്ടതാണ് ആ റോസ് വാട്ടറേ. ഇപ്പൊ ഇങ്ങനെയുണ്ടാ സാധനങ്ങള്? കുറച്ച് ചോദിച്ചാ തരൂല. നമുക്കിത് പറഞ്ഞ തന്ന എന്ത് ഭയങ്കര തിളക്കം തന്നെ. കണ്ടാ അങ്ങ് ഭയങ്കര മുറി കിടക്കും പോലെ തന്നെ. പാഴുവാലോലത്ത് പുരണ്ട്. എനിക്ക് തേക്കണമായിരുന്നു. ഇനിയിപ്പൊ ഞാൻ ആരോടെ ചോദിക്കും? അപ്പുറത്തെ കല ചേച്ചിയോട് ചോദിക്കാൻ തരുമായിരിക്കും കേട്ടാ. തരുമോ എന്തോ. എന്തെന്നാ, ഇന്നാള് ഞാനേ ഒരു ക്രീം വാങ്ങിച്ചു, മുഖത്തിരുന്ന ക്രീമേ. അപ്പൊ അവരെ മുഖം ഒരുമാതിരിയാണ് ഇരുന്നത്, തരാൻ ഇഷ്ടമില്ലാത്ത പോലെ. ഇപ്പൊ ആരോടെ ചോദിക്കാൻ? മേലെ അതിൽ സ്മിതയോട് ചോദിക്കാം. അവളൊരു ചിമിട്ടിയാണ്, ഭയങ്കര മേക്കപ്പാണ്. മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണും. അവളോട് ചോദിച്ചു നോക്കാം. എന്തായാലും ഇന്ന് ആരെയെന്തെങ്കിലും ഒപ്പിച്ചിട്ട് തേച്ചത് എന്നെ കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് വരാമേ. കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം കേട്ടാ. ശരി, അപ്പം ബൈ.